നമസ്കാരം. പഠനത്തെ കാര്യക്ഷമതയുള്ളതാക്കുവാനും കുട്ടികളിൽ പഠനത്തോടുള്ള അഭിരുചി വർദ്ധിപ്പിക്കുവാനും പഠനം എളുപ്പമാക്കുവാനും ടീച്ചർമാർ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ടീച്ചിങ് എയ്ഡുകൾ അല്ലെങ്കിൽ പഠന സഹായികൾ. ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന നിലയിൽ പഠന സഹായികളെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. വിവിധതരം പഠന വസ്തുക്കൾ കുട്ടികളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് കുട്ടികളുടെ പഠനത്തോടുള്ള അഭിരുചി വളർത്തുവാൻ നമുക്ക് സാധിക്കുന്നു. കൂടാതെ പഠനം എളുപ്പമാക്കുവാനും സാധിക്കുന്നു. COVID-19 പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് TTI മൂവാറ്റുപുഴയിലെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് മുമ്പിൽ ടീച്ചിങ് എയ്ഡിനെ കുറിച്ച് ഒരു ശില്പശാല നിർമ്മിക്കുകയാണ്. ഈ ശില്പശാലയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. എല്ലാവർക്കും സ്വാഗതം. അഡീഷൻ ആക്ടിവിറ്റി ബോർഡാണിത്. ചെറിയ കുട്ടികൾക്ക് വളരെ വേഗത്തിലും രസകരമായി കൂട്ടാൻ പഠിക്കുന്നതിനുള്ള ഒരു ബോർഡാണ് അഡീഷൻ ആക്ടിവിറ്റി ബോർഡ്. പ്രവർത്തനം എന്നത് നമുക്ക് കൂട്ടിക്കിട്ടേണ്ട തുകകൾ എത്രയാണോ, അതായത് 5+3 ആണെങ്കിൽ 5 മുത്തുകൾ ഇതിലൂടെയും 3 മുത്തുകൾ ഇതിലൂടെയും ഇടുന്നു. ഈ മുത്തുകൾ ഈ ഒരു ബോക്സിൽ വന്ന് വീഴുകയും അതിൽ നിന്ന് നമുക്ക് തുക എണ്ണിയെടുക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ 5 മുത്തുകളാണ് എടുത്തിട്ടുള്ളത്. ഈ മുത്തുകൾ ആദ്യത്തെ ഈ ഒരു കുഴലിലൂടെ ഇടാം. 2, 3, 4, 5. ശേഷം 3 മുത്തുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഈ കുഴലിലൂടെ ഇടാം. 1, 2, 3. അതിനുശേഷം ഈ ഒരു ബോക്സിൽ നിന്നും നമുക്ക് ഈ മുത്തുകൾ എണ്ണിയെടുക്കാം. ഇത് കുട്ടികളെ കൊണ്ട് വളരെ എളുപ്പത്തിലും രസകരമായി കൂട്ടാൻ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. LP ക്ലാസ്സുകളിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ടീച്ചിങ് എയ്ഡാണിത്. ഡിവിഷൻ ഫ്ലവർ എന്നാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഡിവിഷൻ എളുപ്പത്തിൽ പഠിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ടീച്ചിങ് എയ്ഡാണ്. 3ൻ്റെ എടുത്തിരിക്കുന്നത്. ആദ്യം 3ൻ്റെ ഗുണിതങ്ങളും പിന്നീട് 1 to 10 നമ്പേഴ്സും കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് തന്നെ നോക്കി എളുപ്പം പഠിക്കാം, പറഞ്ഞു കൊടുക്കാം. നമുക്ക് 3/3 1, 6/3 2, 9/3 3 ഇങ്ങനെ നമുക്ക് ഓരോ ഇതായിട്ട് കറക്റ്റ് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് നോക്കി പഠിക്കാവുന്നതാണ്. പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാൻ പറ്റുന്നത്. ഹായ് കൂട്ടുകാരെ, സംഖ്യകളുടെ ലോകം വിസ്മയവഹമാണ്. സംഖ്യകളെ കുറിച്ചുള്ള പഠനം ഗണിതത്തിൽ വളരെ പ്രധാനമായിരിക്കുന്ന ഒന്നാണ്. LP UP ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഇൻഡിജർ നമ്പേഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനുള്ള ലളിതമായ ഒരു ടീച്ചിങ് എയ്ഡാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇൻഡിജർ ഞാൻ ഈ ബോർഡിൻ്റെ ഇടതുവശത്ത് നെഗറ്റീവ് നമ്പേഴ്സും വലതുവശത്ത് പോസിറ്റീവ് നമ്പേഴ്സുമാണ് എഴുതിയിരിക്കുന്നത്. അതിന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. 4 + 3, 4 - 3, -4 + 3, -4 - ഈ ക്രിയകളൊക്കെ ചെയ്ത് നോക്കാം. 4 + 3 നമുക്ക് ആദ്യം ഈ പോയിന്റ് 4ൽ കൊണ്ടു വയ്ക്കാം. 4 + 3 1 2 3 1 2 3. Answer is 7. And next 4 - 3 4 - 3 1 2 3 1 2 3 1 is answer. And -4 + 3 അതിന് -4ൽ കൊണ്ടു വയ്ക്കാം. -4 + 3 1. Answer is -4 and -4 -4 -1 -7. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുന്നുമറയ്ക്കാം എന്ന പഠനോപകരണമാണ്. ഇതിലൂടെ കുട്ടികളിൽ ഗണിത ക്രിയകൾ ഉറപ്പിക്കുവാൻ സാധിക്കുന്നു. ഇത് ഒരു കളിരീതിയിലൂടെയാണ് കുട്ടികളിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ ഒരു ഡൈസ് എറിഞ്ഞ് സ്റ്റാർട്ട് എന്ന കളത്തിൽ തുടങ്ങും. ഡൈസ് എറിഞ്ഞിപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ആണെങ്കിൽ 1 2 3 4 4 എന്ന കളത്തിൽ നമ്മൾ എത്തും. 4 എന്ന കളത്തിലെ ക്രിയ 13 - 7 ആണ്. അപ്പോൾ നമ്മൾ ആ ക്രിയ ചെയ്യും. 13 - 7 ഉത്തരം 6. അപ്പോൾ 6 എന്ന ഉത്തരം ഈ കുന്നുകളിൽ ഏതെങ്കിലും ഒരു കോളത്തിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പേപ്പർ വെച്ച് ആ 6 എന്ന സംഖ്യ മറയ്ക്കണം. ഇങ്ങനെ ഇവിടെ ചുറ്റുമുള്ള എല്ലാ ക്രിയകളും ചെയ്യുമ്പോഴേക്കും ഈ കുന്നു മൊത്തം നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ വെച്ച് മറയ്ക്കാം. ഇതാണ് ഈ കളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ കുട്ടികളിൽ വ്യവകലന ക്രിയ ഉറപ്പിക്കുന്നതിന് സഹായിക്കുന്നു. വ്യവകലനം, സങ്കലനം, ഗുണനം, ഹരണം എല്ലാ ക്രിയകളും ഈ ഒരു കളിയിലൂടെ നമുക്ക് കുട്ടികളിൽ ഉറപ്പിക്കുവാൻ സാധിക്കും.
ഇതാണ് അരവിന്ദ് ഗുപ്ത സ്ട്രിപ്പ്. ഇത് സ്ഥാനവില കുട്ടികളിൽ പഠിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 1 മുതൽ 9 വരെയുള്ള ഒരു സെറ്റും 10 മുതൽ 90 വരെയുള്ള ഒരു സെറ്റും 100 മുതൽ 1000 വരെയുള്ള ഒരു സെറ്റുമാണ് ഉള്ളത്. ഇതിന്റെ അകത്ത് കുട്ടികളോട് ഇപ്പോ 231 ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ ആദ്യം കുട്ടികൾ 200 എടുക്കും, പിന്നെ 30, ഒന്നും കൂടെ വെക്കുക, അപ്പോൾ 231 ആയി. ഇതിന്റെ അകത്ത് നിന്ന് കുട്ടികൾക്ക് മനസ്സിലാവും 2 100ഉം 3 10ഉം ഒറ്റയുടെ സ്ഥാനത്ത് 1 വെക്കേണ്ടതെന്ന്. ഇതിൽ നിന്നും കുട്ടികൾക്ക് സ്ഥാനവില പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും വളരെ വേഗത്തിൽ പഠിക്കുവാനും സാധിക്കുന്നു. സ്ഥാനവില കുട്ടികളിൽ ഉറപ്പിക്കുന്നതിന് വളരെ നല്ലൊരു ഉപകരണമാണ് ഇത്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ടീച്ചിങ് എയ്ഡ് അബാക്കസ് ആണ്. അപ്പോൾ അബാക്കസ് 1, 2, 3 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എളുപ്പത്തിൽ സ്ഥാനവില, സംഖ്യാവ്യാഖ്യാനം, സങ്കലനം, വ്യവകലനം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ പഠിക്കുന്ന രീതിയാണ് ഈ അബാക്കസ്. അതിനുള്ളൊരു ടീച്ചിങ് എയ്ഡാണ് അബാക്കസ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തെർമോക്കോളും മുത്തും ഈർക്കിളിയും വെച്ചിട്ടാണ്. പിന്നെ കളർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ അബാക്കസിൽ പറഞ്ഞിട്ട് ഇത് ഈ സ്ഥാനം ഒറ്റ, ഈ 1 ഇട്ട് വെച്ചിരിക്കുന്ന സ്ഥാനം ഒറ്റ, ഈ 2 മുത്തിട്ടടുത്ത് 10, 3 മുത്തിട്ടടുത്ത് 100, 4 മുത്ത് 1000. അപ്പോൾ ഒറ്റ, 10, 100 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ 4 മുത്തിട്ടടുത്ത് 4, അപ്പോൾ 1000 വെച്ചിട്ടാണ്. അപ്പോൾ 4000, 3 100, 300, 2 10, 20, 1 100. അപ്പോൾ 4321 എന്നാണ് ഈ ടീച്ചിങ് എയ്ഡ്. അതിൻ്റെ ടീച്ചിങ് എയ്ഡിലൂടെ എൻ്റെ സ്ഥാനങ്ങളെ കണക്ക് മനസ്സിലാക്കപ്പെടുന്നത്. കുട്ടികൾ എളുപ്പമായ രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യുന്നത്. സ്ഥാനവിലയും സംഖ്യകളും മനസ്സിലാക്കുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശില്പ ശിവൻ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു TLM പരിചയപ്പെടുത്താനാണ്. സബ്സ്ട്രാക്ഷൻ വളരെ എളുപ്പത്തിൽ ഒരു ആക്ടിവിറ്റി ടേബിളിൻ്റെ സഹായത്തോടു കൂടി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു TLM ആണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 1 മുതൽ 15 വരെയുള്ള നമ്പറുകളാണ്. നമുക്കിഷ്ടമുള്ള നമ്പേഴ്സ് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ആക്ടിവിറ്റി ടേബിളിൽ. അപ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റി ടേബിൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ ആക്ടിവിറ്റി ടേബിൾ. സബ്സ്ട്രാക്ഷൻ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആക്ടിവിറ്റി ടേബിളാണ് ഇത്. സബ്സ്ട്രാക്ഷൻ ഓഫ് 15 ലെസ് ദാൻ 50, 15നും 50 വരെയുള്ള നമ്പേഴ്സാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് റിവേഴ്സ് ഓർഡറിലാണ്. 0 to 50 ഇങ്ങോട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് 0 to 50 ഈ സൈഡിലേക്ക്. ഇത് നേരെയുള്ള ഓർഡറും ഇത് റിവേഴ്സ് ഓർഡറും ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് ഒരു ബോയ്. ഈ ബോയുടെ പേര് 15 എന്നാണ്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 50 - 0 is equal to 50, 50 - 1 is equal to 40, 50 - 2 is equal to 30, 50 - 3 is equal to 12. അങ്ങനെ നമുക്ക് ഇവിടെ ഇതും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഈ സൈഡിൽ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ വേറെ രീതിയിൽ ചെറിയ സംഖ്യകൾ 15 വരെയുള്ള സംഖ്യകൾ വേറെ രീതിയിൽ ഒന്ന് കുറയ്ക്കുന്നത് കാണിക്കുന്നതാണ്. ഇത് 1ന്റെ നേരെ 1 മുത്ത്, 2ന്റെ നേരെ 2 മുത്ത്, 3ന്റെ നേരെ 3 മുത്ത്, അങ്ങനെ 15 നമ്പേഴ്സിൻ്റെ നേരെ അതാത് സംഖ്യകളുടെ മുത്തുകളാണ് നമ്മളിപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മുത്തുകളിൽ ഇപ്പോൾ ഒരു 6 - 2 നമ്മൾ 6 - 2 ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു മുത്തെടുത്തു, പിന്നെ ഒരു മുത്തെടുത്തു. അപ്പോൾ 6 - 2 is equal to എത്ര ഉണ്ടെന്ന് നോക്കാം. 1 2 3 4. അപ്പോൾ 6 - 2 is equal to 4. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി 10 വരെയാണ്. ഇത് 10 മുത്തുകൾ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ 10 മുത്തുകളിൽ നിന്ന് നമുക്കൊരു 5 കുറയ്ക്കണം. അപ്പോൾ 10 - 5 നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. 1 2 3 4
5. അപ്പോൾ 10 മൈനസ് 5 ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5. 10 മൈനസ് 5 ഇസ് ഈക്വൽ ടു 5. അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. ഹലോ, നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കണക്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്പേഴ്സ് അഥവാ അക്കങ്ങൾ. റോമൻ നമ്പേഴ്സിലെ 1 to 10 ആണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യമായി 1 എന്ന നമ്പർ റോമനിൽ എഴുതുന്ന രീതിയാണ് ഞാനിവിടെ കാർഡിൽ എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് 2, 3, 4. Next 5, 6, 7, 8, 9, 10. ഹായ് കൂട്ടുകാരെ, ഗണിതത്തിൽ ആംഗിൾസ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. എന്നാൽ അതിലും എളുപ്പത്തിൽ ആംഗിൾസ് പഠിക്കാൻ പറ്റുന്ന ഒരു ടീച്ചിങ് എയ്ഡ് ഞാൻ പരിചയപ്പെടുത്താം. ഈ ടീച്ചിങ് എയ്ഡിലൂടെ ലീനിയർ പെയർ ആംഗിൾസ് വളരെ എളുപ്പത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയും. കോൺ എ 140 ഡിഗ്രി, കോൺ ബി 40 ഡിഗ്രി, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി. അടുത്തത് നോക്കുമ്പോൾ 130 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി. ഇങ്ങനെ ഓരോ ലീനിയർ പെയർ ആംഗിൾസും വളരെ എളുപ്പത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയും. താങ്ക് യു. ഗണിത ക്ലാസ്സിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പഠനോപകരണമാണ് ഡിവിഷൻ വീല്. ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് 2ൻ്റെ ഡിവിഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 18 ഡിവൈഡഡ് ബൈ 2 ഉത്തരം 9. 20 ഡിവൈഡഡ് ബൈ 2 ഉത്തരം 10. 22 ഡിവൈഡഡ് ബൈ 2 അതിൻ്റെ ഉത്തരം 11. 8 ഡിവൈഡഡ് ബൈ 2 8 ഡിവൈഡ് ബൈ 2 ഉത്തരം 4. 10 ഡിവൈഡഡ് ബൈ 2 ഉത്തരം 5. 12 ഡിവൈഡഡ് ബൈ 2 ഉത്തരം 6. 14 ഡിവൈഡഡ് ബൈ 2 ഉത്തരം 7. ഇതുപോലെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ കാണിക്കാനാണ് ഡിവിഷൻ വീൽ. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വളരെ എളുപ്പത്തിൽ എണ്ണസംഖ്യ പഠിക്കാനും അതോടൊപ്പം ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ടീച്ചിങ് എയ്ഡാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ടീച്ചിങ് എയ്ഡിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് 0 മുതൽ 99 വരെയുള്ള എണ്ണസംഖ്യയും അതോടൊപ്പം ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും പഠിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഈ വൈറ്റ് കളറിൽ എഴുതിയിരിക്കുന്നത് ഫുള്ളും ഇരട്ട സംഖ്യകളെ സൂചിപ്പിക്കുകയും ബാക്കി ബ്ലൂ പോർഷൻ മൊത്തം ഒറ്റ സംഖ്യയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 75 എന്നാണ് ഞാൻ ഇവിടെ ചെക്ക് ചെയ്തേക്കുന്നത്. ഈ 75 എന്ന് പറയുന്ന ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഇതൊരു ഒറ്റ സംഖ്യയാണ് അല്ലേ? അതുതന്നെ 64 എന്ന് പറയുന്നത് ഇതൊരു ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഇതൊരു ഇരട്ട സംഖ്യയാണല്ലേ? ഇതുപോലെ നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വളരെ എളുപ്പത്തിൽ ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. താങ്ക് യു. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. LP ക്ലാസ്സുകളിൽ ഫലപ്രദമായിട്ട് ഗണിതാവിഷ്കാരം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടീച്ചിങ് എയ്ഡാണ് പ്ലേസ് വാല്യൂ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡാണ് പ്ലേസ് വാല്യൂ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കുന്നതിന് അധികം സമയമൊന്നും വേണ്ട, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ടീച്ചിങ് എയ്ഡാണ് പ്ലേസ് വാല്യൂ സ്ട്രിപ്പ്. ഒരു ചെറിയൊരു കാർഡ്ബോർഡ് പേപ്പർ, അതുപോലെ കാർഡ്ബോർഡ്, ഒരു ചെറിയ ചാർട്ട് പേപ്പർ, അങ്ങനെ കുറച്ച് സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്ലേസ് വാല്യൂ സ്ട്രിപ്പ് ഉപയോഗിക്കാം. സ്ഥാനവില പഠിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. പ്ലേസ് വാല്യൂ സ്ട്രിപ്പിൽ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. 1s, 10s, 100s, 1000s, ഇങ്ങനെ 1000 വരെയുള്ള
സ്ഥാനവിലകളെല്ലാം LP ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വളരെ വ്യക്തമായും സ്പഷ്ടമായിട്ടും അവരുടെ മനസ്സിലേക്ക് പതിപ്പിച്ചെടുക്കാൻ ഈ പ്ലേസ് വാല്യൂ സ്ട്രിപ്പിലൂടെ സഹായിക്കുന്നു. ഒറ്റ, 10, 100, 1000 എന്നിങ്ങനെ സ്ഥാനവില പഠിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പ്ലേസ് വാല്യൂ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ വളരെ രസകരമായി തന്നെ കുട്ടികളുടെ മനസ്സിൽ ഇത് പതിപ്പിക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ 1 തൊട്ട് 9 വരെയുള്ള സംഖ്യകളാണ് ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഒറ്റയുടെ സ്ഥാനത്തും 10ന്റെ സ്ഥാനത്തും 100ന്റെ സ്ഥാനത്തും 1000ന്റെ സ്ഥാനത്തും ഈ 1 തൊട്ട് 9 വരെയുള്ള സംഖ്യകൾ പേപ്പറിൽ എഴുതി ഒട്ടിച്ച് അത് സ്ഥാനവിലയായിട്ട് ഇങ്ങനെ പതിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഓരോ അക്കങ്ങളും കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ മനസ്സിലത് എളുപ്പത്തിൽ പതിയാൻ സഹായിക്കുന്നു. സ്ഥാനവില ഒറ്റയേത്, 10 ഏത്, 100 ഏത്, 1000 ഏത് എന്നിങ്ങനെ എളുപ്പത്തിൽ കുട്ടികളുടെ മനസ്സിൽ വളരെ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് തന്നെ അവരുടെ മനസ്സിൽ പതിയാൻ ഈ പ്ലേസ് വാല്യൂ സ്ട്രിപ്പ് സഹായിക്കുന്നു. കൂട്ടുകാരെ, ഗണിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഗുണനക്രിയകൾ. ഗുണനക്രിയകൾ ചെയ്യുക എന്നതും ഗുണന പട്ടിക മനഃപ്പാഠമാക്കുക എന്നതും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഗുണനം എന്ന ആശയം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ടീച്ചിങ് എയ്ഡാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വ്യൂ. ഇത് ഇവിടെ 2ന്റെ ഗുണനപ്പട്ടിക പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 1 × 2 = 2, 2 × 2 = 4, 3 × 2 = 6. ഇങ്ങനെ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വ്യൂയിലൂടെ ഗുണനക്രിയകൾ വളരെ എളുപ്പത്തിൽ പഠിപ്പിക്കുന്നതിനും അതുപോലെ ഗുണനം ഒരു രസകരമായ അനുഭവമാക്കി മാറ്റി തീർക്കുന്നതിനും സാധിക്കുന്നു. ഹായ് കൂട്ടുകാരെ, നമ്മുടെ KG കുട്ടികൾക്കും അതേപോലെ 1, 2 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും എണ്ണം പഠിക്കുന്ന ഒരു ടീച്ചിങ് എയ്ഡാണിത്. ഇതാണ് നമ്പർ വീൽസ്. ഇതിൽ നമ്മുടെ കുട്ടികൾക്ക് എണ്ണം ഭയങ്കര രസകരമായിട്ടും എളുപ്പമായിട്ടും പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ 1 to 10 വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് റൗണ്ടിലെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ പൊട്ടുകളും കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർഡർ തെറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പം അവരോട് നമ്മൾ പറയാണ് 5 എന്ന സംഖ്യയുടെ നേരെ 5 എന്ന സെക്കൻഡ് റൗണ്ടിൽ 5 എന്നത് നേരെ വെക്കുക, 5 എന്ന പൊട്ട് എന്നീ നേരെ വെക്കുക എന്ന് പറയുകയാണ്. അപ്പം അവർ എണ്ണാൻ തുടങ്ങുന്നു. 1, 1, 2, 1, 2, 3, 1, 2, 3, 4, 1, 2, 3, 4, 5. അപ്പോൾ അത് നേരെ വെക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ അവർ ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഇവർ എണ്ണം പഠിച്ചെടുക്കുന്നു. ഇത് കുട്ടികൾക്ക് എളുപ്പമായുള്ളൊരു വഴിയാണ്. താങ്ക് യു. പാമ്പും കോണിയും എന്ന പഠനോപകരണമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് കുട്ടികളെല്ലാവരും തന്നെ കളിക്കുന്ന കളിയാണ്. ചതുഷ്ക്രിയകൾ പ്രബലനം ചെയ്യുന്നതിന് കളികളിൽ ഏർപ്പെടുന്നു. ഇതെങ്ങനെ കളിക്കണം എന്ന് വെച്ചാൽ, കുട്ടികളോട് 2 ഡൈസ് എറിയാൻ പറയുക. ഏതെങ്കിലും ക്രിയ ചെയ്ത് 1 കിട്ടിയാൽ 1ലേക്ക് കയറാം. ഇവിടെ ഗുണനം എന്ന ആശയം എടുക്കുകയാണെങ്കിൽ 1 × 1 എന്ന ഗണിതക്രിയയുടെ ഉത്തരമായി വരുന്ന 1 എന്ന സംഖ്യയിലേക്ക് കുട്ടിക്ക് കയറാം. അങ്ങനെ കളി തുടരുന്നു. ഇതിനുശേഷം വീണ്ടും ഡൈസ് എറിയുക. ഏതെങ്കിലും ക്രിയ ചെയ്ത് 2 കിട്ടിയാൽ 2ലേക്ക് കയറാം. ഇവിടെ കുറയ്ക്കൽ എന്ന ആശയം എടുക്കുകയാണെങ്കിൽ 5 - 3 എന്ന ഗണിതക്രിയയുടെ ഉത്തരമായി വരുന്ന 2 എന്ന സംഖ്യയിലേക്ക് കുട്ടിക്ക് പോകാം. 2 കിട്ടിയില്ലെങ്കിൽ അടുത്ത ആൾക്ക് കളി കൈമാറാവുന്നതാണ്. അങ്ങനെ കളിച്ച് എല്ലാ സംഖ്യയിലൂടെയും കടന്ന് ആദ്യം 100 എന്ന സംഖ്യയിലെത്തുന്ന കുട്ടിയാണ് കളിയിലെ വിജയി. കൂട്ടൽ, കുറയ്ക്കൽ, ഗുണനം, ഹരണം, സങ്കലനം, വ്യവകലനം എന്നിങ്ങനെ ഏതു ഗണിതാശയത്തിലൂടെയും ഈ പഠനോപകരണം കുട്ടികൾക്ക് ഗണിതം പഠിക്കുന്നതിന് എളുപ്പത്തിൽ സാധിക്കുന്നു. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഹരണം എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു പഠനോപകരണവുമായിട്ടാണ്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിയ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 18 ÷ 6 എന്ന ക്രിയ എങ്ങനെ ഈ ഉപകരണത്തിലൂടെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 18 മുത്തുകൾ ഇതിനകത്തേക്ക് ഇടുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 മുത്തുകൾ ഇട്ടു. ഇതിനെ നമ്മൾ 6 ആയിട്ട് ഭാഗിക്കണം. 6 ആയിട്ട് ഇതിനെ ഭാഗിക്കുക. ഈ 18 മുത്തുകൾ 6 ആയിട്ട് ഭാഗിക്കുക.
നമ്മൾ ഭാഗിച്ചു. അപ്പോൾ ഒരെണ്ണത്തിൽ 3 മുത്തുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 3 എന്ന. കൂടെ കുട്ടികൾക്ക് ഹരണം എളുപ്പത്തിൽ മനസ്സിലാക്കാനും ക്രിയ എളുപ്പത്തിൽ ചെയ്യാനും ഈ പഠനോപകരണം ഉപയോഗിക്കുന്നു. നമസ്കാരം. ഞാനിത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള എളുപ്പ രീതിയാണ്. അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ടീച്ചിങ് എയ്ഡാണ് മൾട്ടിപ്ലിക്കേഷൻ ക്ലോക്ക്. ഇതിലൂടെ നമുക്ക് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ക്ലിയർ ആയി വ്യക്തമായി എളുപ്പത്തിലും പഠിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്പർ 2 ആണ്. അതുകൊണ്ട് മുകളിൽ 2 എന്ന എഴുതിയിരിക്കുന്നു. അതിന് ചുറ്റും നമ്മൾ വലിയ സർക്കിളിനുള്ളിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 വരെ എഴുതിയിരിക്കുന്നു. അതിനുള്ളിൽ ചെറിയൊരു സർക്കിൾ ഉണ്ട്. പക്ഷെ നമുക്ക് ഓരോ നമ്പർ വൈസേ കാണാൻ പറ്റുള്ളൂ. ഇതിനുള്ളിൽ നമ്മൾ ഈ സംഖ്യയും ഇതും തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളാണ് ഇതിലൂടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്കിയാൽ 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8, 2 × 5 10, അങ്ങനെ 2 × 12 വരെ, 2 × 12 × 2 2 × 12 വരെ, 2 × 12 24 വരെ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ ആകർഷിക്കുന്ന ഒരു രീതിയാണ് ടീച്ചിങ് എയ്ഡാണിത്. കുട്ടികൾക്ക് ഇഷ്ടമായ രീതിയിൽ, അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറുകളും അതുപോലെ ചിത്രവുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ സാധിക്കുന്നതാണ്. LP ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അഡീഷൻ എന്ന ആശയം പഠിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു ടീച്ചിങ് എയ്ഡാണിത്. ഇതിനകത്ത് ഈ യെല്ലോ സർക്കിളും വൈറ്റ് സർക്കിളും നമുക്ക് പരസ്പരം റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഈ ആരോ മാർക്ക് ഏതെങ്കിലും ഒരു സംഖ്യയിലേക്ക് പോയിന്റ് ചെയ്യിക്കുക. അത് ഞാൻ 2ലേക്ക് പോയിന്റ് ചെയ്യിച്ചു. 2 + 1 = 3, 2 + 2 = 4, 2 + 3 = 5 ഇങ്ങനെ കിട്ടി. ഇപ്പോൾ വേറൊരു സംഖ്യയിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്യിക്കാം. ഞാനൊരു 5ലേക്ക് പോയിന്റ് ചെയ്യിച്ചു. അപ്പോൾ 5 + 1 = 6, 5 + 2 = 7. ഇങ്ങനെ LP ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അഡീഷൻ എന്ന് പറയുന്ന ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാനും അവരെ വളരെ എളുപ്പത്തിൽ പഠിപ്പിച്ചെടുക്കാനും ഈ ഒരു ടീച്ചിങ് എയ്ഡ് വഴി കഴിയും. ഡൈസ് കളിക്ക് വേണ്ടി ആവശ്യമുള്ളത് ഒരു ചാർട്ട് പേപ്പറിൽ 1 മുതൽ 12 വരെ അക്കങ്ങൾ എഴുതിയിരിക്കുന്നു, 2 ഡൈസുകൾ, 1 മുതൽ 6 വരെയുള്ള 2 ഡൈസുകൾ, ഒരു പേന, പിന്നെ കുട്ടികൾക്കായിട്ട് ഒരു റഫ് ബുക്ക്. കുട്ടികളോട് റഫ് ബുക്ക് കൊടുക്കാൻ പറയണം. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഡൈസുകളിൽ 1 മുതൽ 12 വരെ നമ്മൾ അക്കങ്ങൾ ഇടവിട്ട് എഴുതിയിട്ടുണ്ട്. 2 ഡൈസുകൾ എടുക്കുന്നു, ഇങ്ങനെ ഇടുന്നു. എന്നിട്ട് കുട്ടികളോട് ഇത് എണ്ണി നോക്കാൻ ആവശ്യപ്പെടുന്നു. ആദ്യത്തെ ഡൈസിൽ 1, 2, 3, 4 അക്കങ്ങളും, അടുത്ത ഡൈസിൽ 1, 2 2 അക്കങ്ങളും. അപ്പോൾ കുട്ടികളോട് എത്രയാണെന്ന് നോക്കാൻ പറയുന്നു, എഴുതി നോക്കാൻ പറയുന്നു. അപ്പോൾ കുട്ടികൾ 4 + 2 = എത്രയാണ്? 4ഉം 2ഉം. അവർക്ക് എണ്ണി നോക്കാൻ പാകത്തിന് നമ്മൾ നോക്കുന്നു. 1, 2, 3, 4, 5, 6. അപ്പോൾ 4 + 2 6 ആണെന്ന് നിഗമനത്തിൽ കുട്ടികൾ എത്തുന്നു. അപ്പോൾ ഈ 6നെ നമുക്കിവിടെ വെട്ടിയിട്ട് വയ്ക്കാം. ഇനി അടുത്ത അക്കം എറിയുന്നു. 4ഉം 4ഉം. അപ്പോൾ കുട്ടികൾ എഴുതുന്നു 4 + 4 എത്രയാണ്? എണ്ണി തിട്ടപ്പെടുത്താൻ പറയുന്നു. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 4 + 4 8. അടുത്തത് ഇതിൽ 8നെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ കുട്ടികൾക്ക് സങ്കലനം എളുപ്പമായി മാറുന്നു. ഇതാണ് ഡൈസ് കളിയുടെ മേന്മ. ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു സിമ്പിൾ ടീച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഒരു ഗുണന പട്ടികയാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 2ന്റെയും 3ന്റെയും ആണ് ഗുണനപ്പട്ടി ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഞാൻ 3ന്റെ ഗുണനപ്പട്ടികയാണ് എങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം കേട്ടോ. ഇത് 2ലും 3ലും വളരെ എളുപ്പത്തില് കുട്ടികൾക്ക് മനസ്സിലാക്കാനും എളുപ്പത്തിൽ എന്താ പറയാ, ഇങ്ങനെ മനസ്സിൽ ഓർമ്മയിൽ ഇരിക്കുമെന്ന് പറയില്ലേ, അതേപോലെ പഠിക്കുന്ന ഒരു സിമ്പിൾ ടീച്ചിങ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 18, 7 3 21, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 36 വരെ.
ടീച്ചിങ് എയ്ഡ്. രണ്ടാമത്തെ ടീച്ചിങ് എയ്ഡ് വളരെ സിമ്പിൾ ആണ്. ഞാൻ 2ന്റെ ഗുണനപ്പട്ടികയാണ് എടുത്തിരിക്കുന്നത്. 2ന്റെ ടീച്ചിങ് എയ്ഡ് ഇങ്ങനെ തന്നെ 1 2 2 2 7 4 3 2 6 4 2 8 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 24 വരെ. അപ്പൊ ഞാൻ 3ന്റെ 2ന്റെ ഗുണനപ്പട്ടികയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് കാണാപ്പാടം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ട് ടീച്ചിങ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. 2ന്റെ 3ന്റെ ഗുണനപ്പട്ടികയാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പഠനോപകരണമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പഠനോപകരണത്തിലൂടെ കൂട്ടലും കുറയ്ക്കലും ഹരിക്കലും ഗുണിക്കലും എല്ലാം എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഇവിടെ 2 കട്ടകളാണ് നമുക്കുള്ളത്. ഈ കട്ടകൾ ഇടുമ്പോൾ നമുക്ക് 2 സഞ്ചികൾ ലഭിക്കുന്നു. ഈ 2 സംഖ്യകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഹരിക്കുകയോ ഗുണിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരത്തിലെത്താൻ സാധിക്കുന്നു. ഈ ഉത്തരങ്ങളാണ് നമ്മുടെ കളിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാ ഞാൻ 2 കട്ടകൾ എടുക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം ലഭിക്കേണ്ട ഉത്തരം, ഈ 2 സംഖ്യകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഹരിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടേണ്ട ഉത്തരം 1 ആണ്. അപ്പം ഇവിടെ കിട്ടിയേക്കുന്നത് 6ഉം 1ഉമാണ്. ഇത് കൂട്ടുകയോ ഗുണിക്കുകയോ ഹരിക്കുന്നതിലൂടെയോ നമുക്ക് 1 എന്ന ഉത്തരം ലഭിക്കണം. അപ്പോ 6 മൈനസ് 1 5ആണ്. 1 ലഭിക്കുന്നില്ല. ഇനി ഇൻറ്റു ചെയ്യുന്നു. 6 ഇൻറ്റു 1 അത് 6ആണ്. ഹരിക്കുമ്പോഴും 6ആണ്. കൂട്ടുമ്പോൾ 7ആണ്. അപ്പോൾ നമുക്ക് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ആദ്യം ലഭിക്കേണ്ട ഉത്തരം 1ആണ്. നമ്മൾ രണ്ടാമതും കട്ടയിടുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരം 3ഉം 4ഉമാണ്. അപ്പോ നമുക്ക് 4 പ്ലസ് 3 7 ഉത്തരം കിട്ടിയില്ല. 1 എന്ന ഉത്തരം കിട്ടിയില്ല. 4 ഇൻറ്റു 3 12. അവിടെയും 1 എന്ന ഉത്തരം കിട്ടിയില്ല. 4 മൈനസ് 3 അപ്പോൾ നമുക്ക് 1 എന്ന ഉത്തരം കിട്ടുന്നു. അപ്പൊ നമുക്ക് ആ കിട്ടിയ ആൾക്ക് കളി തുടങ്ങാം. അതുപോലെ നമുക്ക് ഇനി അടുത്തത് കിട്ടേണ്ട ഉത്തരം 2ആണ്. പിന്നെ നമുക്ക് കിട്ടേണ്ട ഉത്തരം 3. അങ്ങനെ തുടർന്ന് 5 6 7 8 9 10 11 12 13 അങ്ങനെ പോയി 1 വാലിന്റെ പാമ്പിന്റെ വാലിന്റെ 1 എന്ന ഭാഗത്തെത്തുന്നു. തിരിച്ച് 1 2 3 4 ഇങ്ങനെ പോയി തലയുടെ ഭാഗത്ത് എത്തുന്നു. ഇങ്ങനെ തലയുടെ ഭാഗത്ത് ആദ്യം ആരാണോ എത്തുന്നത് അവരായിരിക്കും ഈ കളിയുടെ വിജയി. ഈ കളിയിലൂടെ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും എല്ലാം വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന പഠനോപകരണമാണ് ഫ്രാക്ഷൻ ഡിസ്ക്. ഫ്രാക്ഷൻ ഡിസ്കിലൂടെ നമുക്ക് കുട്ടികളെ ഭിന്നസംഖ്യ പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഭിന്നസംഖ്യയിലെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എന്നിവ 2 ഫ്രാക്ഷൻ ഡിസ്കിന്റെ സഹായത്തോടു കൂടി നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. ഇതിൽ തന്നെ 4ൽ 1 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. 4ൽ 2 ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. 4ൽ 3 ഭാഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇനി ബോൾ പാർട്ട് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇതിന് മാത്രമല്ലാതെ നമുക്ക് ഇപ്പോൾ 2/8, 3/8 എന്നിവയെല്ലാം നമുക്ക് ഫ്രാക്ഷൻ ഡിസ്കിന്റെ സഹായത്തോടു കൂടി കുട്ടികളെ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ഡിസ്കിൽ ഭിന്നസംഖ്യ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പ്രൈമറി പിക്ചർ അല്ലെങ്കിൽ ബുക്ക് എന്തുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ ജിയോ ബോർഡുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് എന്നാണ് ജിയോ ബോർഡ് നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് 9 മുതൽ 25 നഖങ്ങൾ വരെയാണ് ഉണ്ടാകാറുള്ളത്. നേരെ കേരളത്തിന് ചുറ്റും നഖങ്ങളുടെ കൂട്ടം ഉണ്ടായിരിക്കും. ജാമിതീയ ആശയങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിന് ഗണിതശാസ്ത്രമായി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നഖങ്ങൾക്ക് ചുറ്റും റബ്ബർ ബാൻഡുകൾ ഉപയോഗിച്ച് സ്ഥാപിക്കുന്നു. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് പല രൂപങ്ങൾ, വിവർത്തനം, ഭ്രമണം, പ്രതിഫലനം, സമാനത, ഏകോപനം എണ്ണുന്നതിന് പലതുപോലെ മാതൃക, വർഗീകരണം, സ്കെയിലിംഗ്, സ്ഥാനം, സാമാന്യത, വിസ്തീർണം, ചുക്രം എന്നിവ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ജിയോ
ഗണിതത്തിലെ ഒരു സുപ്രധാന ശാഖയാണ് ജ്യാമിതി. ഞാൻ വിവിധ തരം ജ്യാമിതി രൂപങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. വൃത്തം. വശങ്ങളുടെ അടിസ്ഥാനത്തിൽ ത്രികോണത്തെ 3 തിരിക്കുന്നു. സമചതുരം, ചതുരം, ട്രപ്പീസിയം, പാരലോഗ്രാം, പഞ്ചഭുജം, ഷഡ്ഭുജം, ട്രയാങ്കുലർ പ്രിസം, ക്യൂബ്, സിലിണ്ടർ, കോൺ. ഹായ് കൂട്ടുകാരെ, ഗണിത ബോധന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യവകലന ക്രിയകൾ. വ്യവകലന ക്രിയകൾ രസകരമാക്കുന്നതിന് സഹായിക്കുന്ന ലളിതമായ ഒരു ടീച്ചിങ് എയ്ഡാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. സബ്ട്രാക്ഷൻ ടേബിൾ. ഇതിൽ ക്രിയകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് 6 - 4 എന്ന ക്രിയ ചെയ്യുന്നു. ഇതിനുവേണ്ടി ആദ്യം ഈ കോളത്തിൽ 6 പൂക്കൾ എടുക്കുന്നു. 1, 2, 2 പൂക്കൾ. 6 - 4 2 എന്ന ഉത്തരത്തിൽ ഇതുപോലെ മറ്റ് സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് വ്യവകലന ക്രിയകൾ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഹായ്, നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ക്ലോക്ക്. LP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി മുതിർന്നവരുടെ സഹായമില്ലാതെ സമയം നോക്കാൻ പഠിപ്പിക്കുന്നതിനുള്ളൊരു ടീച്ചിങ് എയ്ഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഞാൻ തയ്യാറാക്കിയ ക്ലോക്ക്. ഇവിടെ 1 മുതൽ 12 വരെ സംഖ്യകളുണ്ട്. അതുപോലെ 3 സൂചികളുമുണ്ട്. ഈ സൂചിയാണ് സെക്കൻഡ് സൂചി. ഈ സൂചിയാണ് മിനിറ്റ് സൂചി. അതുപോലെ ഏറ്റവും ചെറിയ ഈ സൂചിയാണ് മണിക്കൂർ സൂചി. ഇവിടെ 12 നിന്ന് 1 എത്താനും 1 നിന്ന് 2 എത്താനും അതുപോലെ ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യയിലേക്ക് എത്താൻ ഇടയിൽ 5 മിനിറ്റുകളാണ് ഉള്ളത്. എളുപ്പത്തിനായി നമ്മൾ മിനിറ്റുകൾ കണക്കാക്കിയിരിക്കുന്നത് എഴുതിയിരിക്കുകയാണ്. ഇവിടെ 12 നിന്ന് 1 എത്താൻ 5 മിനിറ്റ്, 1 നിന്ന് 2 എത്തുമ്പോൾ വീണ്ടും 5 മിനിറ്റ് കൂടുന്നു. അങ്ങനെ 10 മിനിറ്റ്, വീണ്ടും 5 മിനിറ്റ് കൂടുന്നു 15, അങ്ങനെ 5 വീതം കൂട്ടി നാം എഴുതിയിരിക്കുന്നു. അകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം മണിക്കൂറായിട്ടും പുറത്ത് എഴുതിയിരിക്കുന്നതെല്ലാം മിനിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമാണ്. അതിനാൽ തന്നെ കുട്ടികൾക്ക് ഇങ്ങനൊരു എക്സാമ്പിൾ കൊടുത്തിട്ട് എത്രയാണ് കണ്ടെത്താൻ പറയാവുന്നതാണ്. അതിൽ നിന്ന് മണിക്കൂർ സൂചി ഏത് സംഖ്യയുടെ നേരെയാണോ അതുപോലെ മിനിറ്റിന്റെ നേരെ മിനിറ്റ് സൂചി വരുമ്പോൾ എത്ര സമയമാകുന്നു എന്ന് കുട്ടികൾക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടെത്താവുന്നതാണ്. ഇവിടെ മണിക്കൂർ സൂചി 3ന്റെ നേരെയും മിനിറ്റിൽ വരുന്നത് 5ന്റെ നേരെയുമാണ്. അതായത് 3, 5 എന്ന് കുട്ടികൾക്ക് എളുപ്പത്തിൽ കണ്ടെത്തുന്നു. ഇങ്ങനെ കൊച്ചു കുട്ടികൾക്ക് സമയം പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഹായ്, മാത്സിലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ രസകരവും ലളിതവുമായി അവതരിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ടീച്ചിങ് എയ്ഡാണ് മൾട്ടിപ്ലിക്കേഷൻ വീൽ. ഇവിടെ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ വീലാണിത്. ഇതിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. 9 × 1 = 9. 9 × 2 = 18. അങ്ങനെ 9ന്റെ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാ സംഖ്യകളുടെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വീൽ കുട്ടികൾക്ക് അവതരിപ്പിക്കാവുന്നതാണ്. 1-2 ക്ലാസ്സിലെ കുട്ടികളിലെ സംഖ്യാബോധം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടീച്ചിങ് എയ്ഡാണിത്. ഇവിടെ കുറേ അധികം ചതുരക്കട്ടകൾ നിരത്തിയിട്ടുണ്ട്. 1 മുതൽ 10 വരെ എഴുതിയ കോയിൻസും കയ്യിലുണ്ട്. ചതുരക്കട്ടകളുടെ എണ്ണത്തിനനുസരിച്ച് കോയിൻസ് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്.
ഉദാഹരണത്തിന് ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കട്ട 1 ആണ്. അപ്പോൾ ഇപ്പുറത്തെ കോളത്തിൽ 1 എന്നുള്ള കോയിൻ എടുത്ത് വയ്ക്കുക. അടുത്തത് രണ്ടാമത്തെ ലെയറിൽ 2 ചതുരക്കട്ടകളാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കോയിൻ നോക്കി എടുത്ത് വയ്ക്കുക. ഇതിങ്ങനെ കുട്ടികൾ ആവർത്തിക്കുന്നതിലൂടെ സംഖ്യാബോധം കുട്ടികളിൽ ഉണ്ടാവുകയും കുട്ടികൾ സംഖ്യ മനഃപ്പാഠമാക്കുകയും ചെയ്യും. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ടീച്ചിങ് എയ്ഡ് ടെൻസ് ഫ്രെയിം ആണ്. അപ്പൊ ഈ ടെൻസ് ഫ്രെയിം എന്ന് വെച്ചാൽ പേര് കേൾക്കണോട് തന്നെ പത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് എയ്ഡ് ആണ്. ഇത് 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും കുട്ടികൾക്കാണ് വളരെ പ്രയോജനപ്പെടുന്നത്. അപ്പൊ ഈ ടെൻസ് ഫ്രെയിം ഞാൻ ഉണ്ടാക്കാനായിട്ട് ഒരു പോലും മുടക്കാതെ ഉണ്ടാക്കിയേക്കുന്ന ടെൻസ് ഫ്രെയിം ആണിത്. ഇന്ന് നമുക്ക് കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് പലതരത്തിലുള്ള ടെൻസ് ഫ്രെയിം ഉണ്ടാക്കാം. ഞാനിപ്പോ ഇത് ഉണ്ടാക്കിയേക്കണം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറിന്റെ ഒരു സൈഡ് ഇങ്ങനെ 10 ഫ്രെയിംസ് ആയിട്ട് തിരിച്ചേക്കുവാണ്. തെർമോക്കോൾ വെച്ച് ഫ്രിഡ്ജോ TV എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന തെർമോക്കോള് ഈക്വൽ ആയിട്ട് മുറിച്ച് 10 ഫ്രെയിംസ് ആക്കിയേക്കുവാണ്. അപ്പൊ ഇതിലൂടെ എങ്ങനെയാണ് കുട്ടികൾക്ക് കൂട്ടാനും കുറയ്ക്കാനും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ടെൻസ് ഫ്രെയിം. അപ്പൊ ഇതുപോലത്തെ മറ്റൊരു ഫ്രെയിമും കൂടി എടുക്കാം. ഈ ഫ്രെയിമിൽ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും മഞ്ഞ കളറിലുള്ള ചെറിയ ബോൾസ്. ആ ബോൾസ് ഞാൻ എടുത്തേക്കുന്നത് തെർമോക്കോൾ കളർ മുക്കാണ് ചെയ്തേക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഒട്ടും എക്സ്പെൻസ് അല്ലാണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് 1, 2, 3, 4, 5, 6 ഈ ഫ്രെയിമിൽ ഇപ്പോൾ 6 ബോൾസ് ആണുള്ളത്. അപ്പൊ ഇതുപോലത്തെ മറ്റൊരു ഫ്രെയിമിൽ നമ്മൾ ഒരു 8 ബോൾസ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഈ 8 + 6 എങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് കൂട്ടാന്ന് നമുക്ക് നോക്കാം. അപ്പൊ 8 ബോൾസ് ഉള്ളതിന് ഈ ഫ്രെയിമിൽ നിന്ന് അറിയാൻ 4 കോളംസ് ആണുള്ളത്. 1, 2, 3, 4. അപ്പൊ 8 ബോൾസ് ഉള്ളതിന് 4 ബോൾസ് എടുത്ത് നമുക്ക് ഇത് നിറയ്ക്കാം. 1, 2, 3, 4. അപ്പൊ ഇത് ടെൻസ് ഫ്രെയിമിൽ 10 ഫ്രെയിം ഉള്ളതുകൊണ്ട് ഈ 10 കോളംസ് ഇപ്പൊ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 10 എന്നാണ്. അപ്പൊ നമ്മള് 8 ബോൾസ് ഉള്ളതിന് 4 ബോൾസ് ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പൊ ഇനി അതിനകത്തുള്ളത് 4 ബോൾസ് ആണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കൂട്ടാൻ പറ്റും. ഇത് 10, മറ്റത് 4. 10 + 4 എന്നുള്ളത് 14 ആണ്. നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ പറ്റും. അപ്പൊ ഇത് 2, 3 ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡ് ആണ്. താങ്ക് യു. ഇത് ഒരു പഠന സാമഗ്രിയാണ്. അപ്പോൾ മാത്സില് കുട്ടികൾക്ക് 2ലെ ഗുണനപ്പട്ടിക പഠിക്കാനായിട്ട് ഈ പഠനോപകരണം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 2ലെ ഗുണനപ്പട്ടികയാണ് ഇത്. അപ്പോൾ 2 2, 2 4, 3 2, 3 2 6, 4 8. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് വളരെ വ്യക്തമായും വളരെ എളുപ്പത്തിലും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും. കുട്ടികൾക്ക് താല്പര്യപ്രദവുമായിരിക്കും. കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്പേഴ്സിന്റെ ഒരു ടീച്ചിങ് മാനുവലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ചെറിയൊരു ചിത്രരേഖ എന്ന് പറയുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്പർ, മുമ്പും ശേഷവുമുള്ള നമ്പറുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ചെറിയൊരു ടീച്ചിങ് മാനുവലാണിത്. 26 എന്നുള്ളതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 25 എന്നുള്ള വേറൊരു നമ്പർ കയ്യിൽ കൊടുക്കുന്നു. അതുപോലെ 26-ന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ 27 എന്നുള്ളൊരു നമ്പർ കൊടുക്കുന്നു. അപ്പം അങ്ങനെ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന അതിൻ്റെ അടുത്ത ശേഷം 26-ന് ശേഷം നമ്മൾ 27 എന്നുള്ളൊരു നമ്പർ കൊടുക്കുകയാണ് ചെയ്യുന്നത്, വരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 27-ന് മുമ്പായിട്ട് നമ്മൾ 26 എന്നുള്ള നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം 27-ന് ശേഷം നമ്മൾ 28 എന്നുള്ള നമ്പർ കൊടുക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ടീച്ചിങ് മാനുവലാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ചെറിയൊരു പേപ്പർ, ഇങ്ങനെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്പേഴ്സിന് ഒരു പേപ്പർ എടുക്കുക. ശേഷം ഇങ്ങനെ ഒരു കാറിൻ്റെ രൂപത്തിലൊരു മാതൃക ഇങ്ങനെ ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഇത്രയും രീതിയിലുള്ളൊരു പേപ്പറും കൂടി എടുക്കുക. എന്നിട്ട് ഈ പേപ്പർ എടുത്തിട്ട് ഇതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോരോ ഇവിടെ ഈ കാറിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു വരയിടുന്നത്, ഈ ചെറിയ വരയിടണം. എന്നിട്ട് ഈ പേപ്പറിൻ്റെ ഇങ്ങനെ കൃത്യമായിട്ട് ആ വരയിലൂടെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു വരയിടുക, ഇവിടെ ഒരു വരയിടുക, ഇവിടെ ഒരു വരയിടുക, ഇവിടെ ഒരു വരയിടുക. എന്നിട്ട് ആ വരയിട്ട ശേഷം
ആ ഭാഗത്ത് ഇങ്ങനെ വെട്ടിയെടുക്കുക. ആ കാറിൻ്റെ ആ ഭാഗം വെട്ടിയെടുക്കുക. എന്നിട്ട് ആ വെട്ടിയെടുത്ത ഭാഗത്തിൻ്റെ ഇവിടെയായിട്ട് ഇവിടെയും വെട്ടിയെടുക്കുക. ഇവിടെ ഇങ്ങനെ വെട്ടിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ ഫാൻ കയറ്റിയെടുക്കുക. ഈ രീതിയിൽ ഇങ്ങനെ വെട്ടിയിട്ടിടുക. എന്നിട്ട് അതിന് മുമ്പ് 26 ഇപ്പോൾ 25 എന്നുള്ളൊരു നമ്പറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 25 മുമ്പായിട്ട് 24 എന്നുള്ള നമ്പർ കൊടുക്കുക. 24 എന്നുള്ള മുമ്പായിട്ട് ആഫ്റ്റർ നമ്പറായിട്ട് കൊടുക്കുക. 25 ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 26 എന്നുള്ളൊരു നമ്പർ 26 എന്നുള്ള നമ്പർ കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് മുമ്പും ശേഷവുമുള്ള നമ്പറുകൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ടീച്ചിങ് മാനുവലാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.